ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ.ഡി. ഹർജിയിൽ വിജിലൻസ് കോടതി 19-ന് വിധി പറയും. സമാന്തര അന്വേഷണം നടത്തുന്നത് ശരിയല്ലെന്നും കേസിന്റെ മുഴുവൻ രേഖകളും ഇ.ഡിക്ക് കൈമാറാൻ സാധിക്കില്ല എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ആദ്യഘട്ടം മുതൽ തന്നെ ഇ.ഡി. അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ.ഡി. അന്വേഷണത്തിനൊരുങ്ങുന്നത്. ഹൈക്കോടതി അനുമതി പ്രകാരം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇ.ഡി. അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ രേഖകൾ നൽകുന്നതിലുള്ള എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് ഇന്ന് അപേക്ഷ പരിഗണിക്കവേ ഇ.ഡിക്ക് രേഖകൾ നൽകിയാൽ SIT അന്വേഷണത്തെ ബാധിക്കുമെന്നതാണ് പ്രോസിക്യൂഷൻ വാദം. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല. എന്നാൽ സമാന്തര അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് SIT. ആദ്യഘട്ടം മുതൽക്കേ ശബരിമലയിലേക്ക് ഇ.ഡി. അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. കേസിന്റെ എല്ലാ രേഖകളും കൈമാറിയാൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും വാദമുണ്ട്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം SITയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ഇ.ഡി. അഭിഭാഷകൻ വാദമുയർത്തി. ഇ.ഡി. ഹർജിയിൽ ഈ മാസം 19-നാണ് വിജിലൻസ് കോടതി വിധി പറയുക. രേഖകൾ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ ഇ.ഡി. ഹൈക്കോടതിയെ സമീപിക്കും. അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമോ എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക. അതിന് തടയിടാനാണ് രേഖകളടക്കം കൈമാറുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ജനം, കൊല്ലം.